പ്രൊവിഷനാണ്, അതായത് ഹൈത്ത് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൊവിഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 17. എന്നിട്ട് പോലും വീണ്ടും ഒരുപാട് നിയമങ്ങൾ സിവിൽ റൈറ്റ്സ് ഉണ്ടാക്കി, അൺടച്ചബിലിറ്റി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ടാക്കി, എന്നിട്ടും അതിക്രമങ്ങളും അയിത്തവും തുറന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ആക്ട് ഉണ്ടാക്കേണ്ടി വന്നത്. അതായത് നമ്മുടെ പട്ടികജാതി പട്ടികയുള്ള അതിക്രമം തടയൽ നിയമം 1989 ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പോൾ അതിനകത്തായാലും ഏത് നിയമത്തിലായാലും അതിനകത്തൊരു ഓബ്ജക്റ്റീവ്സ് ഉണ്ടാകും, അതിന് റീസണിങ് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് കാണിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ രണ്ടാമത്, ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എങ്ങനെ അത് നടപ്പിലാക്കും, അതിനാണ് ചട്ടങ്ങൾ അഥവാ റൂൾസ്. അപ്പോൾ ഒരു ആക്ടിൻ്റെ കൂടെ എപ്പോഴും റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ എങ്ങനെ ഇത് നടപ്പാക്കുക എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓരോ ആക്ടും നടപ്പാക്കുമ്പോൾ അതിനകത്ത് റൂൾസ് എഴുതി ചേർക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നിയമത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ റൂൾസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടായിരിക്കണം. അത് പ്ലീസ് അതൊന്ന് നോട്ട് ചെയ്യുക. വളരെ കേസ് എന്ന് പറയുന്നത് ഒരു കാര്യം, കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസ് ഞാൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഒരു നല്ലതായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ, ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഒരു 97, അതായത് 97ാമത്തെ അമെൻമെൻ്റായിട്ട് ഭേദഗതിയായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് സഹകരണ സംഘം സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയത്. കാരണം അത്രമാത്രം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാധാന്യമുണ്ട്. അത് എങ്ങനെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമെന്നുള്ളത് സാർ എവിടെയെങ്കിലും ഏത് ഭാഗത്താണ് ചേർക്കാൻ പറ്റുന്നത് നമുക്ക് ആലോചിക്കാം. എങ്കിലും അതെൻ്റെ ഒരു സജഷനാണ്. അതിന് ഓർമ്മിപ്പിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇറ്റ് ക്യാരീസ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെയുള്ളത് സാർ പറഞ്ഞു, അതായത് ഇതിനെന്തെങ്കിലും, അതായത് നമ്മുടെ ഫണ്ട് ലാപ്സ് ആക്കുമ്പോഴോ അതല്ലെങ്കിൽ ഇത് ഡിലേ വരുത്തുമ്പോഴോ അതല്ല തന്നെ കൂടുതലായിട്ട് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് വേണം. എന്ന് വെച്ചാൽ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ശിക്ഷ കൊടുക്കുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള ചില ശിക്ഷാർത്ഥികളൊക്കെ അങ്ങനെ ഒരു 3-4 കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ പിന്നെ ഏത് നിയമമാണോ അതിനകത്ത് ആപ്ലിക്കബിൾ ആ നിയമം അനുസരിച്ചിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ